അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം. ആക്ച്വലി ഇതൊരു മടക്കാവ് പോയതിൻ്റെ വീഡിയോ ആട്ടോ. ഇത് ഞാൻ ഷോർട്ടായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ കുറച്ച് ലോങ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ ഇറങ്ങിട്ടോ. ഓട്ടോയിലാണ് പോയത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. സോ മാടേക്കാവിലേക്ക് വേഗം എത്തും. വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ടൈം കൊണ്ട് തന്നെ എത്തും കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അതിന് ശേഷമാണെങ്കിൽ ഇവിടെ ഫുള്ള് വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതൊക്കെ വന്നിട്ട് പട്ടുവം റൂട്ടാട്ടോ. ആക്ച്വലി വയലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പാട്ടെന്ന് അറിയാം കേട്ടോ. പണ്ട് പടവരമ്പത്തിലൂടെ ഓരോലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാലത്തങ്ങ് ഓടി നടന്നൊരു പെണ്ണേ. സോ പാട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളൊക്കെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാടേക്കാവിലേക്കാണല്ലോ. അപ്പോൾ പോകുന്ന വഴി പുഴ, വയൽ, കാട്, മരം, അങ്ങനെയുള്ള പലവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പുഴയും മലയും കാടൊക്കെ ഉള്ള മക്കളെ, നല്ല വെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ചൂടടിച്ച് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു ഇടയ്ക്ക് ഇവിടുന്ന് ഇടയ്ക്ക് ഒരു ചെറിയൊരു കാറ്റ് വരും, അതാണ് ഒരു സമാധാനം. ഫുള്ള് ഭയങ്കര വെയിലിനും. അങ്ങനെ കുറച്ചതിന് ശേഷം നമ്മൾ മാടായിക്കാവിലെത്തിയ ഇതാട്ടാ മാടായിക്കാവിൻ്റെ എൻട്രി എന്ന് പറയുന്ന സാധനം. അതായത് ഈ കണ്ണ് 2 തൂണുകൾ, അതിന് മുകളിലായിട്ട് ഒരു നല്ല വലിയ ബോർഡും ഉണ്ട്. പിന്നെ വണ്ടിയിലായതുകൊണ്ട് കുഞ്ഞ് കുത്തിയിരിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ വണ്ടിയുടെ പുറത്ത് വീഴുന്നതുകൊണ്ടും തന്നെ ഞാൻ പ്രത്യേകിച്ച് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ വന്നിട്ടാണെങ്കിൽ ഈ റോഡ് വന്നിട്ട് കുറച്ച് നല്ല ടഫാണ് ഈ റോട്ടിലേക്കൂടെ പോകാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ അത്രക്കും കുണ്ടും കുഴിയാണ്. അതുപോലെ തന്നെ കാണാനാണെങ്കിൽ ഭയങ്കര പറമ്പ്, പിന്നെ പറമ്പിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ കുളം, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അടിപൊളിയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ റോഡ് വന്നിട്ട് നല്ല കുണ്ടും കുഴിയും ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ മാടായിക്കാവിലെത്തി. മാടായിക്കാവിലാണെങ്കിൽ അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് സുഖമായിട്ട് തൊഴുത് വരാൻ പറ്റുന്ന തിരക്കേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഒരു ശിവൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അതിനടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ നമ്മൾ നേരെ മാടായിക്കാവുന്ന വണ്ടി എടുത്ത് നേരെ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോയേ. പോകുന്ന വഴിക്ക് തന്നെയുള്ള ആ കുളം കേട്ടോ ഇത്. ആ പാറേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുളം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് വന്ന് കുറേ പക്ഷികളും അതുപോലെ തന്നെ പശുവൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശിവൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന്, അതായത് മാടായിക്കാവുന്ന് ശിവൻ്റെ അമ്പലത്തിലേക്ക് വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല, അടുത്ത് തന്നെയാണ്. ഇതാട്ടോ ആ ശിവൻ്റെ അമ്പലം. അപ്പോൾ ആസ് യൂഷ്വൽ ഞങ്ങൾ പോയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തുനിന്ന് തൊഴുത് നേരെ അതിൻ്റെ അടുത്തുള്ള കുളമൊക്കെ കാണാൻ പോയി കേട്ടോ. ആക്ച്വലി അതിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു, അമ്പലത്തിലുണ്ടായിരുന്ന ചേച്ചിയാണ്, ഇങ്ങനെ അടച്ച അമ്പലത്തിൽ തൊഴുതുകൂടാന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ജസ്റ്റ് തൊഴുതായിരുന്നു അതിന് മുന്നേ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. ആ നട്ടപ്പൊരിൻ്റെ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പിന്നെ മനുഷ്യൻ്റെ ഒരു വക കഴിയാത്ത പോലെ കേട്ടോ. ഒന്നും കഴിയുന്നുണ്ടോ, തലയൊക്കെ എന്താവുന്ന ദാഹിക്കുന്ന അമ്മാതിരി വെയിൽ കഴിഞ്ഞു അവിടെ. സത്യം പറയാലോ വല്ലാണ്ടായി. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിൽ പോകുമ്പോഴാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചേ. അതൊക്കെ പറഞ്ഞ ഒരു ഐസ്ക്രീം വാങ്ങി തന്നു. ഐസ്ക്രീം വന്നിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എനിക്കറിയാം. സോ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്ന കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.